അജഗജൻ വീഴാൻ പോണേ. തൂങ്ങി നിൽക്കുകയാ, വീണാൽ തവിട് പൊടിയാകും. മനസ്സിലാവാത്ത ഭാഷയിൽ കരച്ചിലോട് കരച്ചിൽ. നേർത്ത വള്ളി പൊട്ടി ഗർത്തത്തിലെ കൂർത്ത പാറയിൽ ആർത്തനാദത്തോടെ വീഴുന്നത് ഓർത്തു നോക്ക്. ഓർത്തു നോക്കാം. ഇതെങ്ങനെ പറ്റി അജഗജ? കൽപ്പാളിയിൽ നിൽപ്പാൻ പറ്റാതെ കാൽപാദം തെന്നി. നൂൽപ്പാലത്തിൽ തൂങ്ങി വിൽപ്പവർ ഒക്കെ പോയി ഹെൽപ്ലെസ് ആയി. വല്ലതും മനസ്സിലായോ? കുറച്ചൊക്കെ. അജഗജ, ഞങ്ങളെ രക്ഷിക്കാം. രക്ഷിക്കുന്നതിന് മുൻപ് കക്ഷികൾ സൂക്ഷിച്ച് വീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? സുസ്ഥിരമായ പാറയിലെ അസ്ഥിരതയുള്ള കൊമ്പിന്റെ തൽസ്ഥിതി വിട്ടാൽ ഈ സ്ഥിതിയിൽ അസ്ഥിയൊടിയും. ബെസ്റ്റ്. ഒരു വാക്ക് പോലും മനസ്സിലായില്ല. അർത്ഥം പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടതായിരുന്നു. നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ചെടി വൈകാതെ പിഴുതു പോരും. അജഗജൻ വീഴും. മുകളിൽ നിന്ന് വലിച്ചു കയറ്റാൻ പറ്റില്ല. കൈ എത്തില്ല. വീഴുമ്പോൾ താഴെന്ന് പിടിക്കുന്നതും റിസ്ക്കാ. വീണ് കഴിഞ്ഞിട്ട് പിടിച്ചാലോ? ഏതായാലും ആരെങ്കിലും സഹായത്തിന് വേണം. താൻ ആരെങ്കിലും വിളിക്ക്. സമയം കളയാനില്ല. ജയ് വിളിക്കും പോലെ കൈവിട്ടു കളിച്ചാൽ തൈ വിട്ടു പോന്ന് ഐ വിൽ ഫാൾ. പേടിക്കാതിരി. ഷൈരു ആളെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഏതെങ്കിലും ആനയെ കിട്ടിയാ പിടിച്ചെടുക്കാൻ എളുപ്പമായേനെ. കിട്ടി സൂത്ര. ഇങ്ങേര് വിചാരിച്ച അജഗജനെ താഴെ ഇറക്കാൻ പറ്റൂ? താഴെ ഇറക്കാനല്ല. പണ്ഡിതനാ, അജഗജൻ പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ വിളിച്ചതാ. വീണു. അടിയിലകി. ചെടിയുടെ പിടിവിട്ട് അടിയനിതാ അടിയിലേക്ക് പടിപടിയായി.